2026 ആണ് പോകുന്നത്. 2026 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് ഈ AI ഒക്കെ വന്ന സ്ഥിതിക്ക് SME-യില് വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. കാരണം SME എന്ന് പറയുമ്പോൾ പലർക്കും ലിമിറ്റഡ് ബഡ്ജറ്റാണ്. ലിമിറ്റഡ് ബഡ്ജറ്റ് ആകുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. CEO കമ്പനി, റണ്ണിങ് എ കമ്പനി, ഫേസിങ് എ ലോട്ട് ഓഫ് ചാലഞ്ചസ്. അപ്പോൾ എന്താണ് യു ആർ എക്സ്പെക്ടിങ് ഫ്രം കമ്പനീസ് ലൈക്ക് അല്ലോ? ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഇവിടെ ഒരു 5 years ആയിട്ട് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഡിജിറ്റലി അങ്ങനെ പ്രസൻസ് ഒന്നും ഇപ്പോൾ മാർക്കറ്റിൽ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡിജിറ്റലായിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് ഇപ്പോഴത്തെ കാലത്ത് ഡിജിറ്റലി ഒരു പ്രസൻസ് ഇല്ലാണ്ടൊന്നും നടക്കില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റിലൊന്ന് നമ്മൾ അറിയപ്പെടണം. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലായാലും ബാക്കി കാര്യങ്ങളായാലും ഒന്ന് പ്രസൻസ് കാണിച്ച് ഒന്ന് ഒരു പ്രസൻസ് കാണിച്ച് ബ്രാൻഡ് മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതിയോ? അതല്ല അതെ അതെ, സെയിൽസ് കൂട്ടണം, അതാണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മളത് മാർക്കറ്റിൽ അറിയപ്പെട്ടുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അത് ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ട നമ്മുടെ ഓൺ അഡ്രസ് ആണ്. നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ ടിക്ടോക്ക്, യൂട്യൂബിലൊക്കെ നമ്മളുടെ പ്രസൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് ഓക്കെയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ ഓൺ സ്റ്റോർ അല്ലെങ്കിൽ നമ്മളുടെ ഓൺ ഓഫീസ്, ഒരു ഓൺലൈൻ ഐഡന്റിറ്റി, അതാണ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കുന്നത്. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ വെബ്സൈറ്റ് പ്രോപ്പർ ആയിരിക്കണം, കറക്റ്റ് കണ്ടന്റ് ഓറിയന്റഡ് ആയിരിക്കണം. അതുപോലെ അതിനകത്ത് നമുക്ക് നല്ല ഇമേജസ്, ഇതെല്ലാം ഇപ്പൊ AI ഉപയോഗിച്ചിട്ട് ചെയ്യാം. നിങ്ങളുടെ കമ്പനിയുടെ ഒരു കണ്ടന്റ് നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ SEO ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഒരു പ്രോപ്പർ വെബ്സൈറ്റ്, അത് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റ്, കോൾ ടു ആക്ഷൻ ആയിട്ട് ഇപ്പം വാട്സപ്പ് അതിലേക്ക് എല്ലാം കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കാം. ആദ്യം ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ട്രാഫിക്കിന് അല്ലെങ്കിൽ ജനങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും നമ്മളിങ്ങനെ ഒരു ഏജൻസിനെ ഏൽപ്പിക്കണമെങ്കിൽ മന്ത്ലി ഒരുപാട് കാശ് കൊടുത്ത് അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതല്ല. അതിന്റെ ആവശ്യമില്ല. കാരണം ഇപ്പോ ഒരു ലാൻഡിംഗ് പേജ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2-3 വീഡിയോസ് വേണം. അതായത് നിങ്ങളുടെ കമ്പനി ഇപ്പൊ എന്താണ് ഇപ്പൊ നടത്തുന്നത്? ഇപ്പൊ നിങ്ങള് ട്രാവൽ ഏജൻസി ആണ് വെച്ചോ, ട്രാവൽ ഏജൻസി ആണ്. അപ്പൊ ട്രാവൽ ഏജൻസിക്ക് ആവശ്യമായ ഒരു 3 വീഡിയോസ്, അതായത് കമ്പനി എന്താണ്, ഇവര് കമ്പനിയുടെ ഓഫറുകൾ സീസണലായിട്ട് നടക്കുന്നത്, പിന്നെ നിങ്ങളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും ആ കമ്പനി കൊടുക്കുന്ന എന്തുകൊണ്ട് എന്തൊക്കെയാണെന്നുള്ള ഒരു സംഭവങ്ങളുടെ സർവീസസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയാം. അങ്ങനെ 3 വീഡിയോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വീഡിയോസ് അതേപോലെ നിങ്ങൾക്ക് പോസ്റ്ററും ഉണ്ടാക്കാം. ഒരു 5-10 ഡിഫറെന്റ് പോസ്റ്റർ നമ്മളിപ്പം ക്യാമറ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏത് ടൂൾ ഉപയോഗിച്ചിട്ടോ നാനോ വരാനായിട്ടോ നല്ല അടിപൊളി പോസ്റ്റർ എടുക്കുന്നത്, ലോഗോ, നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡിങ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് തന്നെ ഒരു നല്ല പോസ്റ്റർ എടുക്കാൻ പറ്റും. പിന്നെ അതിന്റെ സർവീസസ് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പൊ അതും നമ്മൾ കഴിഞ്ഞാല് പിന്നെ നമ്മൾക്ക് മൂന്നാമത്തെ വേണ്ടത് ഈ പറഞ്ഞ രീതിയിലുള്ള ബ്ലോഗ് സംഭവങ്ങളാണ്. ബ്ലോഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഇൻഫർമേഷൻ ഉണ്ടാവും. ജനറൽ ആയിട്ട് ഈ കമ്പനി എന്താണ് ഈ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ, നിങ്ങൾക്ക് ഒരു ടൂർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ദുബായിലെ മെയിൻ അട്രാക്ഷൻസ്, ഇങ്ങനെ വെച്ചിട്ട് 4-5 ബ്ലോഗ് ഉണ്ട്. ഓക്കെ, പിന്നെ വേണ്ടത് ഒരു ഇൻഫ്ലുവൻസർ വീഡിയോ, ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് നിങ്ങളൊരു വീഡിയോ കൂടെ റിലീസ് ചെയ്യും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബേസിക് പ്രസൻസ് ആയി. അപ്പൊ ചോദിക്കുന്നത് നമുക്കിത് ഒരു വീഡിയോ വെച്ച് മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ എന്നുള്ളത്. അപ്പൊ വീഡിയോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കോണ്ടാക്ട്സിലുള്ള ഗ്രൂപ്പുകൾ, പേഴ്സണൽ കോണ്ടാക്ട്സ്, ഇതിലേക്കൊക്കെ നിങ്ങൾ ഈ പോസ്റ്ററും വീഡിയോ നിരന്തരമായിട്ട് 5-10 എന്നല്ല പറയുന്നത്, വന്നിട്ട് അതിന് കുറച്ച് ഓഫർ ഇട്ട് അങ്ങനെ ആ ഒരു ബിൽഡ് ചെയ്യും. അപ്പൊ അവരെല്ലാം വെബ്സൈറ്റിലേക്ക് വരും, നോക്കും, നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് കണക്ഷൻ കിട്ടും. അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ടിക്ടോക്കിലൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം. ഡെയിലി 50 dirhams കിട്ടോ, 100 dirhams കിട്ടോ, നിങ്ങളിത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ഒന്നുകിൽ വെബ്സൈറ്റ് കൊടുക്കാം അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് കൊടുക്കാം. അതിൽ നിന്ന് എൻക്വയറീസ് വരും. അതാണ് ലീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്രാൻഡിങ് ഒരു ഭാഗത്താവും. അതേപോലെ അല്ലാണ്ട് നിങ്ങൾ ദിവസം കുറേ പോസ്റ്റുകൾ ഉണ്ടാക്കി ഡിഫറെന്റ് ആയിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി അങ്ങനെ അതിനെ വല്ലാണ്ട് നമ്മൾ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്ത് എല്ലാ ദിവസവും ആൾക്കാരെ നമ്മൾ ഇതിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞാൽ നടക്കൂല. അത് വലിയ കാര്യമില്ല. നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, അതായത് റീച്ച് ചെയ്യണം. നമ്മൾ കറക്റ്റ് ടാർഗറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുക, അതിൽ നിന്ന് എൻക്വയറി ജനറേറ്റ് ചെയ്യുക. ജനറേറ്റ് ചെയ്ത എൻക്വയറിയെ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ 50 എൻക്വയറി ജനറേറ്റ് ചെയ്തു,
സ്വാഭാവികമായിട്ടും അതൊരു CRM-ലേക്ക് കറക്റ്റ് അതൊന്ന് ഗൂഗിളിന്റെ പിന്നെ ഫോം ഉപയോഗിച്ച് ഗൂഗിൾ ഷീറ്റിലേക്ക് തന്നെ അവിടെ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റിയ ചെറിയ ചെലവില്ലാതെ തന്നെ കാര്യങ്ങൾ നടക്കും. അല്ലാണ്ട് വലിയ CRM സോഫ്റ്റ്വെയർ ഒന്നും ഉണ്ടാക്കിയിട്ട് നമ്മൾ പൈസ കളയുന്നില്ല. കാരണം ചെലവുകൾ കുറയ്ക്കാം. AI നമുക്ക് തരുന്നതെന്താണെന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു ബണ്ടിൽ ഇപ്പം അൽഫ ഗ്രൂപ്പിൽ ഒരു ബണ്ടിൽ നിങ്ങൾക്ക് തരുന്നത് ഒരു 3000 ദിർഹംസിനാണ്. 3000 ദിർഹംസ് ഉണ്ടെങ്കിൽ ഈ മൊത്തം കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാനിപ്പോ പറഞ്ഞു നിങ്ങൾ പോസ്റ്റ് ചെയ്യണം, അതിനൊരു പ്ലാൻ ഉണ്ടാവും. ബേസിക് ആയിട്ടുള്ള ഒരു 3 മന്ത്സിലേക്കുള്ള ഒരു പ്രോപ്പർ പ്ലാൻ. ആ പ്ലാനിൽ ഏത് സമയത്ത് എത്ര ദിവസത്തിൽ എങ്ങനെ പോസ്റ്റ് ഇടണം, അതെല്ലാ കാര്യങ്ങളും നിങ്ങൾ അൽഫ ഗ്രൂപ്പ് പറഞ്ഞു തരും. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ബിസിനസ് പഠിച്ചതിന് ശേഷം വൺസ് യു അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോബ്ലം, നിങ്ങളുടെ ബിസിനസ് എന്താണ് ഏതാണെന്ന് പഠിച്ചതിന് ശേഷം എന്താക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ആ പ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ 3 മാസം ഈ പ്ലാൻ നമ്മൾ ബൈബിള് പോലെ ഈ പ്ലാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നിങ്ങളുടെ കമ്പനിക്ക് ഒരു ബിസിനസ്സും ഒരു ഗ്രോത്ത് ഉണ്ടാവും. അത് ഇത് മാത്രം പോരാ, ഇതിന്റെ കൂടെ കുറച്ച് ബഡ്ജറ്റ് എക്സ്ട്രാ ചെലവാക്കിയിട്ട് അതിലൂടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ പ്രൊമോട്ട് ചെയ്യാം. ഇപ്പൊ ഇൻഫ്ലുവൻസർ വീഡിയോ തന്നെ ഒരു 1.5 മിനിറ്റുള്ള ഒരു ചെറിയൊരു ക്യാപ്സ്യൂൾ എടുത്തിട്ട് അത് പ്രൊമോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ എൻക്വയറീസ് വരും. അപ്പൊ ഈ ഒരു ബണ്ടിൽ നിങ്ങൾ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓൺലൈനിൽ വിൽക്കണം. ഇപ്പൊ നിങ്ങൾക്ക് പാക്കേജ് ഉണ്ട്, ക്രൂസ് പാക്കേജ് ഉണ്ട്, അതേപോലെ തന്നെ സിറ്റി ടൂർ പാക്കേജ് ഉണ്ട്. ഇപ്പം 200 ദിർഹംസിന് 500 ദിർഹംസിന് ഫാമിലി പാക്ക് ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഇതിൽ വെക്കാം. പ്രൊഡക്റ്റ് ആക്കിയിട്ട് വെച്ചാല് ആൾക്കാർ വന്ന് ഇപ്പൊ രാത്രി ഒരു 12 മണിക്കാണ് ഒരാൾ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന നിങ്ങളെ പരസ്യം കാണുന്നു വീട്ടിലിരുന്നിട്ട്. അത് നേരെ നിങ്ങളെ പിന്നെ വാട്സാപ്പിൽ വന്ന ആളുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ വെബ്സൈറ്റിലേക്ക് വരാം. വെബ്സൈറ്റിൽ നിങ്ങൾ ഈ പറഞ്ഞ ഇ-കൊമേഴ്സിന്റെ കാര്യങ്ങൾ കൊടുത്താൽ, അതായത് അവര് സെലക്ട് ചെയ്തു പാക്കേജ് ഉണ്ട്, 5 ആൾക്ക് പോകണം, നാളെ പോകണം, മറ്റന്നാൾ കൂടെ എപ്പോഴാണോ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് പേയ്മെന്റ് അപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ബിസിനസ് ആയി. മനസ്സിലായില്ല? ഇത് വളരെ സിമ്പിൾ സംഭവമാണ്. ആൾക്കാർ വിചാരിക്കും ഇത് എന്തോ ചെലവ് വേണം. പേയ്മെന്റ് ഗേറ്റ് നിങ്ങൾക്ക് ചെയ്യാം, ഇതുപോലെ ഇ-കൊമേഴ്സിന്റെ ഷോപ്പിംഗ് കാർട്ട് കാര്യങ്ങൾ ചെയ്യാം. എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ്ലി പാക്കേജ് ഈ പറഞ്ഞ എല്ലാം വീഡിയോസ് എല്ലാം കൂടിയിട്ട് 5000 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ അൽഫ നിങ്ങളുടെ നീഡ് മനസ്സിലാക്കിക്കൊണ്ട് അനലൈസ് ചെയ്തിട്ട് മാർക്കറ്റിന്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയിട്ട് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടേ എന്ത് ചെയ്യും. എനിക്ക് അധികം വേറെ പോസ്റ്റ് ഉണ്ടാക്കാനോ വേറെ വീഡിയോ ഉണ്ടാക്കാനോ എന്നുള്ളത് ആണ് സാധാരണ ആൾക്കാർക്ക് നമ്മൾ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു 3 വീഡിയോവും ഈ 10 പോസ്റ്റും 5 ബ്ലോഗും ഇൻഫ്ലുവൻസർ വീഡിയോ ഉണ്ടെങ്കിൽ അതെന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു മാസത്തേക്കുള്ള മരുന്ന് കിട്ടി. അപ്പൊ ഒരു മരുന്ന് കിട്ടിയാല് അടുത്ത മാസം വേറെ മരുന്ന് വാങ്ങിക്കൂലല്ലോ. അതേ മരുന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. നമ്മൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അസുഖം ഉണ്ട്, ഇപ്പോ നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ അസുഖത്തിന്റെ മരുന്നാണ് നിങ്ങൾക്ക് തരുന്ന ഈ ക്യാപ്സ്യൂൾ സാധനങ്ങൾ. അതൊരു മാസത്തേക്ക് തീർന്നു. അത് ഡയബറ്റിക്കിനുള്ളത് BP-ക്കുള്ളത് ഇങ്ങനെ കൊടുത്തു. അടുത്ത വർഷം നമ്മൾ അടുത്ത മാസം മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വേറെയാണോ വാങ്ങിക്കുന്നത്? അല്ല, ഇതേ മരുന്ന് തന്നെ വാങ്ങിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ അതേ വീഡിയോസ് തന്നെ അതേ സാധനം തന്നെ നമ്മൾ ആ രീതിയിലാണ് നമ്മൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. സ്വാഭാവികമായിട്ടും പിന്നെ സീസൺ വരുമ്പോ മാറും. ഒരു 3 മാസം കഴിയുമ്പോൾ സീസൺ മാറും. നോർമൽ കേസിൽ ഈ വിന്റർ കഴിയും. അപ്പൊ പിന്നെ സമ്മർ വരുമ്പോ അന്നേരം നിങ്ങൾ വീണ്ടും എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മളില്ലാതെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കേണ്ട ടെക്നിക്കൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. വളരെ ചെറിയ ചെലവിൽ ഈ സാധനങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് അതാണ് ഇതിന്റെ ബ്യൂട്ടി. ഈ എഡ്യൂക്കേറ്റ്, ക്രിയേറ്റിംഗ് അവയർനെസ്, എഡ്യൂക്കേറ്റിംഗ്, സപ്പോർട്ടിംഗ് SME. കാരണം നമുക്കറിയാം ഒരു SME സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാല് ചെലവ് ഇടാനുള്ള കാശ് കൂടുതൽ ഉണ്ടാവില്ല. മന്ത്ലി 5000-10000 കൊടുക്കാനുള്ള പൈസ ഉണ്ടാവില്ല. പിന്നെ ഒന്നാമത് അവയർനെസ് ഉണ്ടാവില്ല. ഇതെങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം. ഒന്നാമത് തിരക്കാണ്. തിരക്ക് എന്ന് പറഞ്ഞാല് വെൻഡേഴ്സിനെ കണ്ടെത്തണം, അത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് ആൾക്കാർ വന്ന് അവരെ മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റാഫ് 1, 2, 3 ഉണ്ടാവുള്ളൂ. സ്റ്റാഫിനെ കുറക്കാന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. കാരണം കൂടുതൽ സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹെഡ്സ് വരും, തലവേദനയാവും. പിന്നെ നമുക്ക് ഇത് ഈ പറയുന്ന കാര്യമെല്ലാം ഇനി നിങ്ങൾക്ക് അഥവാ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെങ്കിൽ സാധനം ചാറ്റ് ബോട്ടാണ്. വെബ്സൈറ്റിൽ ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാല് നിങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് കോസ്റ്റ്ലി ആണോ? ചെറിയ ഒരു മാസത്തിൽ 500 ദിർഹംസ് 600 ദിർഹംസിന്റെ ഇടയിൽ കോസ്റ്റ് വരും. അത് ഈസി ആയിട്ട് ചെയ്യാം. ഇനീഷ്യലി അത് ആവശ്യമില്ല. നമ്മൾ AI ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിലും സപ്പോർട്ട്. നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ ഇപ്പോ നിങ്ങളുടെ ഒരു ട്രാവൽ ബിസിനസ് ഉപയോഗം നടത്തുന്നതിന്
ഇന്നൊന്നും ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ അതുപോലെ തന്നെ മറ്റ് ഇമേജസ് ഇപ്പം ഒരുപാട് AI ടൂൾസ് ഉണ്ട്. നിങ്ങൾക്ക് ഇടക്കിടക്ക് വേണമെങ്കിൽ ഇമേജ് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ഒരു പുതിയ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഓക്കെ. ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പോൾ അതുപോലെ തന്നെ എന്താണ് sme.alofagroup.com എന്നുള്ള വെബ്സൈറ്റ് ഡീറ്റെയിൽസ് കിട്ടും. Thank you so much. Okay. I think you will be really happy after getting this service. യെസ് തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ഇത് പ്രൊസീഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പിന്നെ പ്രൊപ്പോസൽ അയച്ചിട്ടുണ്ടല്ലോ, അത് സൈൻ ചെയ്തിട്ട് വിൽ സ്റ്റാർട്ട് ഫ്രം. ഓക്കെ. നമ്മുടെ ടീം നമ്മുടെ പ്രോസസ് എന്താ പറഞ്ഞാൽ അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് അടക്കണം. നമ്മുടെ ടീം ബന്ധപ്പെടും. പിന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതുവഴി നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് വളരെ ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ ചെയ്യും. നമ്മൾ തന്നെ ചെയ്യും. ഓക്കെ. ഓക്കെ. താങ്ക് യു. ബൈ. അപ്പൊ കേട്ടല്ലോ. അപ്പൊ ഇതാണ് അൽവഫ ഗ്രൂപ്പിന്റെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഈ പറഞ്ഞ ബിസിനസ് ഗ്രോത്ത് അല്ലെങ്കിൽ ബൂസ്റ്റർ പാക്കേജ് 3000 ഇതൊക്കെ കിട്ടും. ഇതിന് അതെല്ലാം നിങ്ങൾ ഇ-കൊമേഴ്സ് വഴിയാണ് ചെയ്യേണ്ടതെങ്കിൽ അതിൽ 2000 എക്സ്ട്രാ കൊടുത്ത് 5000 ദിവസമാണ് കിട്ടും. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിംഗ് ടു മീ. മുനീർ അൽവഫ.